A very good morning, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ സനിൽകുമാർ, മാലിങ്കര SNM കോളേജിലെ ബോട്ടണി വിഭാഗം അധ്യാപകനാണ്. So in the last class, we have discussed about the third module of our microbiology syllabus, that is viruses. Then now we move on to the fourth and last module, that is applied microbiology. So applied microbiology, നമ്മൾ ആദ്യം തന്നെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് അപ്ലൈഡ് ആസ്പെക്ട്സ് ഓഫ് മൈക്രോബയോളജി അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സിലബസിനെ കുറിച്ച് പഠിക്കണം. So let us start without any delay. So microorganisms are used in industrial microbiology as well as in biotechnology to create a wide variety of products and to assist in maintaining and improving the environment. പലതരത്തിലുള്ള പ്രൊഡക്ട്സ് നമുക്ക് മൈക്രോബയോളജിയിൽ കിട്ടുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ പഠിക്കും. Then the development of growth media and specific conditions for the growth of microorganisms is a large part of industrial microbiology and biotechnology. So നമുക്ക് എങ്ങനെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന എന്താണ്, വി ഹാവ് ടു കൾട്ടിവേറ്റ് ഓർ വി ഹാവ് ടു കൾച്ചർ ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ സ്പെസിഫിക് കണ്ടീഷൻസ്. അതിനെ നമ്മളെ കൾച്ചർ കണ്ടീഷൻസ് എന്ന് നമ്മളെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നത്. ദെൻ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി ഗ്രൗണ്ട് ഇൻ കൺട്രോൾഡ് എൻവയോൺമെന്റ്സ് വിത്ത് സ്പെസിഫിക് ലിമിറ്റേഷൻസ് ടു മാക്സിമൈസ് ദ സിന്തസിസ് ഓഫ് ഡിസൈഡ് പ്രോഡക്ട്സ്. In controlled growth system like that of culture conditions, different products are synthesized during growth and after growth is completed. അപ്പം ഓരോ പ്രൊഡക്ട്സും ചിലപ്പോൾ ഒരേ സമയം ഉണ്ടാവണം. അപ്പോൾ വൈൽ ദേ ആർ ഗ്രോയിങ് ചില സമയത്ത് ചില പ്രൊഡക്ട്സ് ഉണ്ടാവും, പിന്നെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം. അപ്പം നോർമലി ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ കൾച്ചർ പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സ്പാൻ എന്നുള്ളത് വേരീസ് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീഷീസ്. ഇപ്പോൾ ഒരു ആൽഗെ, മൈക്രോസ്കോപ്പിക് ആൽഗെ ആണെങ്കിൽ നോർമലി 22 to 28 days ആണ്. മൈക്രോബ്സിന് ചിലപ്പോൾ 10 ദിവസം 15, അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോബ്സ്. ദിസ് കൾച്ചർ span is also be different in different types നമ്മൾ അറിഞ്ഞിരിക്കുക. So example പറയുകയാണെങ്കിൽ നോക്കിയാൽ, most of antibiotics are produced after the completion of active growth. Then antibiotics and other microbial products including cancer drugs continue to contribute to animal and human welfare nowadays. Then bacteria, fungi, viruses are increasingly employed as biopesticides, thus reducing the dependence of chemical pesticides. As you know, the chemical pesticides also affecting non-target organisms. നമുക്കിപ്പോൾ ഏതാണ് ഒരു പെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെസ്റ്റിനെ പറ്റുന്ന ബയോപെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ കിൽ ഓൺലി ദാറ്റ് പർട്ടിക്കുലർ പെസ്റ്റ് അല്ലെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ എന്താണ് വാട്ടവർ മൈക്രോബിനെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് പുറത്തേക്ക് നോൺ ടാർഗറ്റിംഗ് ഓർഗൻസിലേക്ക് അത് പോകത്തില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. Then dairy products, grains, meats, fruits and vegetables can be fermented. And it has been suggested that some fermented dairy products have antimicrobial and anti-cancer characteristics. And wines are produced by direct fermentation of fruit juice. So these are all are applied aspects of microbiology. അതിനെക്കുറിച്ച് ജനറൽ ആയിട്ടൊന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എല്ലാം പഠിച്ചിട്ട് ഇത് 3-4 ഫാക്ടേഴ്സ് പഠിച്ചിരിക്കുക. ഇപ്പോൾ ജനറൽ അക്കൗണ്ട് ഓൺ അപ്ലൈഡ് ആസ്പെക്ട്സ് ഓഫ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ട് 5-6 ഫാക്ടേഴ്സിലും ചോദ്യത്തിനനുസരിച്ച് ഞങ്ങൾ പറയാം, അതല്ലെങ്കിൽ മൊത്തം നോക്കിയിരിക്കുക. ഓക്കെ. ഫോർ ഫെർമെന്റേഷൻ ഓഫ് cereals and grains, starches and proteins contained in these substrates must be first be hydrolyzed to provide substrate for the alcoholic fermentation. അപ്പോൾ cereals ആയാലും ധാന്യങ്ങളായാലും അല്ലെങ്കിൽ ഗ്രെയിൻസ് ഒക്കെ ആയാലും എന്താണ്, ഈ ആദ്യം തന്നെ ഇതിനകത്തുള്ള സ്റ്റാർച്ചിനെയും പ്രോട്ടീൻസിനെയും ഹൈഡ്രോലൈസ് ചെയ്ത് മാറ്റിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഫെർമെന്റേഷൻ പോസിബിൾ ആവുന്നത്. ദെൻ microbial cells can be used as food sources and food amendments. These include mushrooms, cyanobacteria. Cyanobacteria എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൊട്ടാനി സ്റ്റേറ്റ് സയനോഫൈസിയെ ആൽഗയിൽ വരുന്നതാണ്, പ്രോകാരിയോട്ടിക് ആൽഗയാണ്, സ്പൈറലിന ആൻഡ് ഈസ്റ്റ് ഫഞ്ചയാണ്. അപ്പം ഈ നമ്മൾക്കറിയാം, അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് SCP, അതായത് സിംഗിൾ സെൽ പ്രോട്ടീൻ എന്നുള്ളത്. എന്താണ് എ സിംഗിൾ ക്യാപ്സൂൾ ഓർ എ സിംഗിൾ ടാബ്ലറ്റ് ഈസ് ഇനഫ് ഫോർ അവർ 1 day's ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ രാവിലെ ചപ്പാത്തിയോ ദോശയോ അല്ലെങ്കിൽ പുട്ടോ കടലയോ ഒക്കെ കഴിക്കും. ഉച്ചയ്ക്ക് നല്ല സൂപ്പർ മീൻ കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയും ചോറും കഴിക്കും. 4 മണിക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കും. പിന്നെ വൈകിട്ട് ചപ്പാത്തിയോ ചോറോ വീണ്ടും ബീഫ് മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അല്ലെ? ഇതാണ് നമ്മുടെ ഡയറ്റ്. മലയാളിക്ക് ഇത് സംബന്ധിച്ച് ഇതിനകത്ത് ഒരു മാറ്റം വരാൻ ഭയങ്കരമായ പ്രശ്നം. പക്ഷെ നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ കോവിഡിന്റെ കാലത്താണ് ഇനി ഒരു ഫുഡ് സ്കേഴ്സിറ്റിയൊക്കെ വരാൻ പോകുന്നത് നമ്മൾ ആശങ്കപ്പെടുന്നത്, അല്ലേ? ഇതിനൊക്കെ പരിഹാരമാണ് SCP എന്ന് പറയുന്നത്. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രിയൻ സപ്ലിമെന്റ് ആണ്, ആൽഗയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. സ്പൈറലിന ആൽഗയാണ്, ക്ലോറലിന ആൽഗയാണ്. ഇതൊക്കെ പൗഡേഡ് ഫോം ആക്കിയിട്ട് ഇതിനൊക്കെ ക്യാപ്സൂൾ ഫോമിലേക്ക് മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ രാവിലെ കഴിച്ചതോടെ വൈകുന്നേരം വരെ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങൾക്കും പകരം സിംഗിൾ ക്യാപ്സൂൾ ഈസ് എനഫ്. അത് രാവിലെ വെള്ളം കഴിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തോളും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ
മൈക്രോബയോളജിയുടെ അഡ്വാൻസ്മെന്റ് ആണ് ഇതിന്റെ അപ്ലൈഡ് ആസ്പെക്ട്സ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കുക. കുറച്ച് കാര്യങ്ങൾ നോക്കിയേ. മൈക്രോ ഓർഗാനിസംസ് ഇത് നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മൈക്രോ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എത്തനോൾ ഉണ്ടാക്കുന്ന സക്കാരോമൈസസ് സർവീസിയുടെ ചില ആക്ഷൻ കൊണ്ടാണ്. ജിബർലിന ഫുജിക്കോറിയ എന്നുള്ള ഒരു ബാക്ടീരിയ ആണ്. അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ പ്രോഡക്ട്സ്, ആന്റിബയോട്ടിക്സ്, പെനിസിലിൻ, സ്ട്രെപ്റ്റോമൈസിസ്, ബാസിലസ്, ഇതെല്ലാം പലതരത്തിലുള്ള മൈക്രോഫിയൽ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ബാക്ടീരിയന്റെ ഫലമായിട്ടാണ്. ദെൻ ബയോഫ്യൂൽ നോക്കി, ഫോട്ടോസിറ്റിക് മൈക്രോ ഓർഗാനിസം എക്സാമ്പിൾ ബോട്രിയോകോക്കസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ബയോഫ്യൂലിനെ. ദെൻ മെത്തനോജനിക് ബാക്ടീരിയ എന്നാണ്, മെത്തനോ ബാക്ടീരിയ എന്നാണ്, മീത്തേൻ ഉണ്ടാകും. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കും. ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് അപ്ലൈഡ് മൈക്രോബയോളജി. ദെൻ വി മൂവ് ഓൺ ടു ദ സിലബസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സിലബസിൽ നമുക്ക് ഐസൊലേഷൻ കൾച്ചർ ഓഫ് ബാക്ടീരിയ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൾച്ചർ ഉണ്ട്, അതായത് എത്ര തരത്തിൽ കൾച്ചർ ഉണ്ട്, എങ്ങനെയാണ് ഐസൊലേഷൻ ഉണ്ട്, ഇതൊക്കെ പഠിക്കും. പിന്നെ അതിനുശേഷം കുറച്ച് എങ്ങനെയാണ് വൈൻ, വിനെഗർ, ആന്റിബയോട്ടിക്സ്, ദെൻ നൈട്രജൻ ഫിക്സേഷൻ എങ്ങനെയാണ്, ദെൻ ബയോ ഫുഡ് സ്പോയിലേജ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിലുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൂടിയൊക്കെ നമുക്ക് പോവാം. ഇനി ഒരു 30 മിനിറ്റ്സ്, മാക്സിമം ഒരു 40 മിനിറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 30 മിനിറ്റ്സ് നമുക്കൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. സോ ലെറ്റ് us start. The first in your syllabus is isolation culture of bacteria. The growth and survival of bacterium or any other microorganisms is depending upon surrounding environment conditions. അറിയാലോ, each and every organism has its own specific requirements. മനുഷ്യനായാലും ആനയായാലും പശുവായാലും കോഴിയായാലും എല്ലാത്തിനും specific requirements, which include എന്താണ്, nature and availability of nutrients, then physical and chemical conditions. ഇത്രയും പ്രധാനമായിട്ടുള്ളത് ആസ് എ ഹോൾ പറയുന്നു. The nutrient preparation for the artificial culture of bacteria are called as nutrient medium or culture medium. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലി കൾട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മീഡിയത്തിൽ എന്തായിരിക്കും, ന്യൂട്രിയൻസ് ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ന്യൂട്രിയൻ മീഡിയം അല്ലെങ്കിൽ കൾച്ചർ മീഡിയം, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മൈക്രോബ്സ്. The common method of bacterial culture is called as pure culture. Pure culture ഒന്നുണ്ട്, അതുപോലെ തന്നെ എൻഹാൻസ്മെന്റ് കൾച്ചർ ഒന്നും നമുക്ക് രണ്ടു തരത്തിലുള്ള കൾച്ചർ ഉണ്ട്. പ്യൂർ കൾച്ചർ എന്താണെന്ന് നോക്കി. ഇറ്റ് ഈസ് എ കൾച്ചർ ഓഫ് സിംഗിൾ സ്പീഷീസ് ഓഫ് മൈക്രോബ് ബൈ ഐസൊലേറ്റിംഗ് ഇറ്റ് ഫ്രം മിക്സഡ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വാട്ടറിൽ നിന്ന് ഒരു മൈക്രോബ്സിന് നമുക്ക് വേർതിരിച്ചിരിക്കും. ഒരു 10 ml വാട്ടർ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ ഹൈപ്പോത്തറ്റിക്കലി സെയിങ് ഒരു 100 മൈക്രോബ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ്. അതിനകത്ത് നമ്മൾ ഒരു ഒറ്റ സ്പീഷീസിലേക്ക് അല്ലെങ്കിൽ ഒറ്റ ഗ്രൂപ്പ് ഓഫ് മൈക്രോബിലേക്ക് ഇൻഡർ തന്നെയാണ് നമ്മളെ പ്യൂർ കൾച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, pure culture is essential for the study and characterization of individual species. Then it is very important in the identification of bacterial pathogen in clinical diagnosis and other laboratory investigation. എന്താണ് ഇൻഡിവിജ്വൽ സ്പീഷീസിന്റെ പ്രത്യേകത? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വേനൽക്കാലമാണല്ലേ, വേനൽക്കാലത്ത് മനുഷ്യന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമായിട്ട് വയറുവേനയൊക്കെ ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ ആദ്യം പറയും യൂറിൻ കൾച്ചർ ചെയ്യാൻ പറയും. അപ്പൊ യൂറിൻ കൾച്ചർ ചെയ്യണതിനാണ്, യൂറിൻ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ബാക്ടീരിയൽ ഗ്രോത്ത് കണ്ടുപിടിക്കാൻ. ഫോർ എക്സാമ്പിൾ, ക്ലെപ്സിയല്ല എന്നുള്ള ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ക്ലെപ്സിയല്ല. ഇതിനെ കൾച്ചർ ചെയ്യും, ഇതിനെല്ലാം പറ്റുപോലെ കളക്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ എത്ര കോളനി ഉണ്ട്, കോളനി ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ എത്രമാത്രം കോളനി, നോർമൽ എത്രയാണെന്നൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അതിനുള്ള മെഡിസിൻ ഒക്കെ. അപ്പൊ ഇതിനൊക്കെ പ്യൂർ കൾച്ചർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ മേജർ സ്റ്റെപ്സ് ഫോർ പ്യൂർ കൾച്ചർ നോക്കിയാൽ preparation of suitable medium, that is the first prerequisite. Then isolation of desired microbe, then growing the microbe in selected medium. Preparation of suitable medium, then isolation of that particular microbe, then growing of microbe in a specific medium. പിന്നെ എന്തൊക്കെയാണ് പെട്രി ഷോൺ, ഗ്ലാസ് ട്യൂബ്, ഫ്ലാസ്ക് എക്സെട്ര എന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. പിന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് കൾച്ചർ എൻറിച്ച്മെന്റ് കൾച്ചർ നോക്കിയാൽ അത് പ്യൂർ കൾച്ചറിന് ഇത്തിരി വ്യത്യാസമുണ്ട്. നോക്കിയാൽ if microbes are difficult to isolate due to low population or special nutritional or environmental requirements, an addition of extra nutrients is added to the medium for enriching the growth. That is called as enrichment culture. അപ്പോൾ ചില സ്പെസിഫിക് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പോപ്പുലേഷന്റെ എണ്ണം കുറവാണ്, ഇപ്പോൾ നമ്പർ ഓഫ് കോളനീസ്, നമ്പർ ഓഫ് സെൽസ് കുറവാണ്, അത് പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വി വിൽ ആഡ് an addition of nutrients. അപ്പോൾ എക്സിസ്റ്റിംഗ് ന്യൂട്രിയൻസിന്റെ പോകേണ്ട അത് കുറച്ചുകൂടി ന്യൂട്രിയൻസ് ആണ്. അതിനെ നമ്മൾ അങ്ങനെയുള്ള കൾച്ചറാണ് നമ്മളെ എൻറിച്ച്മെന്റ് കൾച്ചർ എന്ന് അർത്ഥമാക്കുന്നത്. ഇവിടെ എന്താണ് പ്രത്യേകത? ദ റെഗുലേഷൻ ഓഫ് pH ആൻഡ് ടെമ്പറേച്ചർ ഈസ് എസെൻഷ്യൽ ഇൻ എൻറിച്ച്മെന്റ് കൾച്ചർ. സ്യൂട്ടബിൾ ടെമ്പറേച്ചറും pH ഒക്കെ നോക്കണം. ദിസ് വിൽ എൻഹാൻസ് ദ ഗ്രോത്ത് ഓഫ് പർട്ടിക്കുലർ മൈക്രോബ്സ് ആൻഡ് thereby increase the possibility of isolation. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ഈ നമ്മൾ അങ്ങനെ എൻറിച്ച് ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് ഓഫ് പർട്ടിക്കുലർ ഡിസൈഡ് മൈക്രോബ് വിൽ എൻഹാൻസ് അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യത. ദെൻ പ്രിക്കോഷൻസ്, എന്തൊക്കെ പ്രിക്കോഷൻസ് വേണം? അതിപ്പോൾ എൻറിച്ച്മെന്റ് കൾച്ചർ ആയാലും പ്യൂർ കൾച്ചർ ആയാലും ജനറൽ ആസ്പെക്ട്സ് ഉള്ള പ്രിക്കോഷൻസ് ആണ് വെൻ വി കൾച്ചർ എ പർട്ടിക്കുലർ മൈക്രോബ്. നോക്കിയേ, ദ അപ്പാരറ്റസ്
used in culture should be sterilized or exposed to radiation. Should be sterilized first. Then aseptic methods should be used to prevent microbes or non-pathogenic organisms. Aseptic methods, അതായത് പത്തോജനിക് എൻട്രി പാടില്ല. ഇപ്പൊ നമ്മൾ മൈക്രോബയോളജി ലാബിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും, നിങ്ങൾക്ക് പലയിടത്തും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കീപ് യുവർ ഫുഡ് വെയർ ഔട്ട്സൈഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ചെരുപ്പിൽ കൂടി ഇനി മൈക്രോബ്സ് കയറണമെന്ന് ഓർത്തിട്ടാണ്. മനസ്സിലാണ്? അപ്പൊ അസെപ്റ്റിക് കണ്ടീഷൻ ആയിരിക്കും. ദെൻ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വർക്ക് ഏരിയ ആൻഡ് യൂസേജ് ഓഫ് ഫ്ലെയിം ഈസ് പ്രീറെക്വിസിറ്റ്. ഡിസ്ഇൻഫെക്ഷൻ ചെയ്താലാണ് സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നെ ഫ്ലെയിം വെച്ചിട്ടാണ് ഓരോ എക്യുപ്മെന്റ്സ് നമ്മളൊന്ന് സ്റ്റെറിലൈസ് ചെയ്തൊക്കെ ചെയ്യുന്നത്. ദെൻ ടിപ്പറ്റ് ഓർ ഇനോഗുലേഷൻ നീഡിൽസ് മെയ്ഡ് അപ്പ് ഓഫ് പ്ലാറ്റിനം ഓർ നിക്രോം ആർ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് മൈക്രോ. അപ്പോൾ ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക് ഉപയോഗിക്കാൻ ലൂപ്പ് അല്ലെങ്കിൽ സ്വാബ് ഒക്കെ എന്താണ് ചെല്ലുന്നത്, എന്താണ് അത് നിക്രോം അല്ലെങ്കിൽ പ്ലാറ്റിനം പോലുള്ള മെറ്റീരിയൽ ഉണ്ടായിട്ട് ലോഹങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതിനെ സ്റ്റെറിലൈസ് ചെയ്യാവുന്നത്. ദെൻ റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ ഇസ് എ മസ്റ്റ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ അല്ല, നമ്മൾ 22 to 34 ഡിഗ്രിയാണ് മെയിൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചോണം. അതുപോലെ pH ഈസ് ഓൾസോ മെയിൻറ്റെയിൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ടെമ്പറേച്ചറും pH നമുക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വേണം. ദെൻ കൾച്ചർ മീഡിയയെ കുറിച്ച് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് കൃത്യമായിട്ട് പറയാം. അപ്പോൾ നമ്മൾ കൾച്ചർ മീഡിയയിലേക്ക് പോകണം. അതിന്റെ കുറച്ചൊരു ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് പോകാൻ നോക്കി. Majority of microbial studies depending on the ability to grow and maintain microorganisms in the laboratory, and it is possible only if suitable culture media are available. അപ്പം നമുക്ക് പലതരം ആസ്പെക്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്യണമെങ്കിൽ എന്താണ്? കൾച്ചർ മീഡിയ വേണം. അപ്പൊ കൾച്ചർ മീഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സൂട്ടബിൾ കൾച്ചർ മീഡിയ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ കൾച്ചർ മീഡിയ, അടുത്ത നെക്സ്റ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ. വാട്ട് ഈസ് എ കൾച്ചർ മീഡിയ? നോക്കിയേ, is a solid or liquid preparation used to grow, transport, and store microorganisms. The medium must contain all nutrients the microorganism required for growth. So, medium എന്ന് പറയുന്നത് എന്താണ്? It is a liquid or a semi-solid or a solid preparation which has it is used to grow or transport, കൊണ്ടുപോകാനും then store microorganisms. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വേണം? All the essential nutrients or all the essential requirements should be there in that particular for the growth of that particular microbes is to be there in the culture media. Then നമ്മൾ medium എന്ന് പറയുന്നത്. Then specialized media are essential in the isolation and the identification of microorganisms. അപ്പോൾ നോക്കിയേ, then the testing of antibiotic sensitivities, water and food analysis, industrial microbiology and other activities. അപ്പം ഓരോന്നിനും സ്പെസിഫിക് മീഡിയകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെസ്റ്റിംഗ് ആന്റിബയോട്ടിക്കിന് വേറൊരു മീഡിയം ആണ്, വാട്ടർ ആൻഡ് ഫുഡ് അനാലിസിസിന് വേറൊരു മീഡിയം ആണ്, ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിക്ക് വേറെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള മീഡിയങ്ങളാണ് പലതിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ മൈക്രോ ഓർഗാനിസംസ് നീഡ് സോഴ്സ് ഓഫ് എനർജി. അത് വേണമല്ലോ. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള സോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. വേരിയസ് മിനറൽസ് ഉപയോഗിക്കും. ദ പ്രിസൈസ് കമ്പോസിഷൻ ഓഫ് എ സാറ്റിസ്ഫാക്ടറി മീഡിയം വിൽ depending on the species one is trying to cultivate because nutritional requirements vary so greatly. നേരത്തെ ഞാൻ പറഞ്ഞെന്താണ്, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഓരോ സ്പീഷീസിനും അല്ലെങ്കിൽ ഓരോ മൈക്രോബിനും അതിന് പെക്യുലർ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആയിട്ടുള്ള ഒരു അവൈലബിലിറ്റി വേണം, അല്ലെങ്കിൽ ന്യൂട്രിയന്റിന്റെ ഒരു കൺസെപ്ഷൻ അതിനുണ്ട്. അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ നോളജ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് നോർമൽ ഹാബിറ്റാറ്റ് ഓഫൺ ഈസ് യൂസ്ഫുൾ in selecting an appropriate culture medium because its nutrient requirements reflect its natural surrounding. നമ്മളിപ്പോൾ ഒരു സോയിൽ സാമ്പിൾ എടുക്കണം. അപ്പൊ ആ സോയിലിന്റെ ന്യൂട്രിയൻസിന്റെ ഒരു മെഷർമെന്റ് നമ്മൾ ചെയ്താൽ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷൻ നടത്തി കഴിഞ്ഞാലേ അതേ ന്യൂട്രിയൻസ് ഉള്ള മീഡിയം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടി കമ്പാറ്റബിലിറ്റി വരും, അല്ലെങ്കിൽ അക്ലിമറ്റൈസേഷൻ പീരീഡ് കുറയാനുള്ള സാധ്യത കൂടും. കാരണം എന്താണ്, അതേപോലെ ന്യൂട്രിയൻസ് ഇവിടെയും കൊടുത്താൽ സ്വാഭാവികമായിട്ടും ആ മൈക്രോബ്സിന് നമ്മുടെ പുതിയ ഉണ്ടാകുന്ന കൾച്ചർ മീഡിയയിലെ വളരാനുള്ള സാധ്യത ഏറും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. Then we move on to different types of culture media. പ്രധാനമായിട്ടും 3 ഫിസിക്കൽ ഫോമാണ്: സോളിഡ്, സെമി സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡും സെമി സോളിഡും നമ്മൾ എന്താണ് കണ്ടെയ്ൻ സോളിഡിഫൈങ് ഏജന്റ് ആണ്. അത് ന്യൂട്രീഷണൽ അഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫൈക്കോകൊളൈഡ് which has been extracted from Gracilaria and Gelidium. These are algae, seaweeds ആണ്. Seaweeds coming under the family Rhodophyceae അല്ലെങ്കിൽ റെഡ് ആൽഗികളായിട്ടുള്ള ഗ്രാസിലേറിയ ജെലീഡിയം കുറെ ഉണ്ട്, കപ്പാഫൈസ് കുറെ ഉണ്ട്. ഗ്രാസിലേറിയ ജെലീഡിയം, കപ്പാഫൈസ്കസ് എന്നുള്ള അങ്ങനെയുള്ള എന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മൾ അഗർ എന്ന് പറയുന്നത്. അത് സോളിഡിഫൈങ് ഏജന്റ് ആണ്. അഗറിന്റെ പ്രത്യേകത എന്താണ്? ദിസ് വിൽ സോളിഡിഫൈ വെൻ കൂൾ, ദെൻ ദിസ് വിൽ ലിക്വിഫൈ വെൻ ഹീറ്റ്. ചൂടാക്കുമ്പോൾ ലിക്വിഫൈ ചെയ്യും, തണുക്കുമ്പോൾ അത് സോളിഡിഫൈ ചെയ്യുന്നതാണ് അഗറിന്റെ പ്രത്യേകത. ന്യൂട്രീഷണൽ അഗറാണ്. അപ്പൊ സോളിഡ് മീഡിയം, സെമി സോളിഡ് മീഡിയം, അതുപോലെ ലിക്വിഡ് മീഡിയം എന്ന് പറഞ്ഞാൽ നോർമലി ലിക്വിഡ് ആണ്. ബ്രോത്ത് മീഡിയം ആണ്.
അതിനകത്ത് നോ സോളിഡ് ഡിഫൈൻ. ബ്രോത്ത് എന്ന് പറഞ്ഞാൽ മീറ്റിന്റെ അല്ലെങ്കിൽ ബോണിന്റെ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ലിക്വിഡ് മീഡിയ. ഈ സോളിഡ് മീഡിയ നോക്കിയേ, സോളിഡ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ഓഫ് കൾച്ചർ. കൾച്ചർ സ്റ്റോർ ചെയ്യാനാണ് പ്രധാനമായിട്ടും സോളിഡ് മീഡിയ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയുണ്ട് പിന്നെ, which has been used for isolation of pure culture and to study specific biochemical reaction. ഈ സെമി സോളിഡ് മീഡിയ എന്താണ്? ഫോർ ഫെർമെന്റേഷൻ സ്റ്റഡിക്കാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. ബാക്ടീരിയ മൊട്ടിലിറ്റി ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി. ലിക്വിഡ് മീഡിയ എന്താണ്? അതും ഫെർമെന്റേഷൻ സ്റ്റഡിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എന്തൊക്കെയാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ്? ബയോകെമിക്കൽ ടെസ്റ്റുകൾക്ക്, ലാർജ് സ്കെയിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയക്കൊക്കെ ലിക്വിഡ് മീഡിയ ഉപയോഗിക്കാം. അപ്പം സോളിഡ്, സെമി സോളിഡ് ആൻഡ് ലിക്വിഡ്, സോളിഡിന്റെ ഗുണങ്ങളെ, സെമി സോളിഡിന്റെ ഗുണങ്ങളെ, ലിക്വിഡിന്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ഇനി 3 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മീഡിയ ഫോർ പ്യൂർ കൾച്ചർ. നമ്മൾ സാധാരണയായിട്ട് 3 ഡിഫറെന്റ് മീഡിയകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നാച്ചുറൽ എംപിരിക്കൽ, 2 സിന്തറ്റിക് ഓർ ഡിഫൈൻ. അതിൽ തന്നെ വേറെ ഉണ്ട് കോംപ്ലക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കും. ദെൻ മൂന്നാമത് ലിവിങ് മീഡിയ. ഇനി എന്താണ് നോക്കുക? നാച്ചുറൽ എന്ന് പറഞ്ഞാൽ, നാച്ചുറൽ എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ മെറ്റീരിയൽസ് ആണ്, അതായത് യൂറിൻ, അതായത് കൗ യൂറിൻ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ദെൻ മിൽക്ക്, ദെൻ വെജിറ്റബിൾ യൂസ്, മീറ്റ് എക്സെട്ര ഒക്കെ ഉപയോഗിക്കും. സിന്തറ്റിക് ഓർ ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കി, ആർട്ടിഫിഷ്യൽ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ന്യൂട്രിയന്റ് ഓഫ് ഡെഫിനിറ്റ് കമ്പോസിഷൻ. അതിനകത്ത് പ്രധാനമായിട്ട് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ഇങ്ങനെയുള്ള മിനറൽസും ദെൻ വൈറ്റമിൻസ് ഒക്കെയാണ് സാധാരണ ഉള്ളത്. അപ്പൊ ഇതാണ് സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലിവിങ് മീഡിയ ആണ്. ലിവിങ് സെൽസും ടിഷ്യൂ എക്സെട്ര ഒക്കെ ലിവിങ് മീഡിയ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ളത്, നാച്ചുറൽ, സിന്തറ്റിക് ആൻഡ് ലിവിങ് മീഡിയ. ദെൻ 2 കോമൺ മീഡിയ. പ്രധാനപ്പെട്ട 2 കോമൺ മീഡിയകൾ എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ബ്രോത്ത് ആണ്, സൂപ്പ് ലൈക്ക് ലിക്വിഡ് ആണ്. നേരത്തെ പറഞ്ഞ് ബോണിന്റെയോ അല്ലെങ്കിൽ മീറ്റിന്റെയോ അല്ലെങ്കിൽ വെജിറ്റബിളിന്റെ സൂപ്പാണ് ഉപയോഗിക്കുന്നത്. ദെൻ ന്യൂട്രിയന്റ് അഗർ എന്ന് പറഞ്ഞു എന്താണ്? അഗർ, അതായത് റോഡോഫേസിയൻ മെമ്പേഴ്സ് ആയിട്ടുള്ള ഗ്രാസിലേറിയ, കപ്പോഫൈക്കസ്, ജലീഡിയത്തിൽ നിന്നൊക്കെ എടുക്കുന്ന അതിന്റെ എക്സ്ട്രാക്ട് നമ്മൾ അഗർ എന്ന് പറയുന്നത്. സെമി സോളിഡ് ബൈ അഡീഷൻ ഓഫ് അഗർ, ലിക്വിഫൈസ് വെൻ ഹീറ്റിംഗ്, ദെൻ സോളിഡിഫൈ വെൻ കൂൾ. നമുക്ക് നോക്കിയാൽ സിന്തറ്റിക് ഓർ, രണ്ടാമത്തെ കാര്യമുണ്ട്, സിന്തറ്റിക് ഓർ ഡിഫൈൻ മീഡിയ. നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, സിന്തറ്റിക് ഓർ ഡിഫൈൻ മീഡിയ നോക്കി, സം മൈക്രോ ഓർഗാനിസം, particularly cyanobacteria or cyanophyceae and eukaryotic algae can be grown on relatively simple media containing carbon dioxide as carbon source. Carbon dioxide എന്ന് വെച്ചാൽ കാർബൺ സോഴ്സിന് വരെ എന്താണ്? സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കും. ദെൻ നൈട്രേറ്റ് ഓർ അമോണിയ, നൈട്രജൻ, നൈട്രജന് വേണ്ടി നൈട്രേറ്റ് അമോണിയ ഉപയോഗിക്കും. ദെൻ സൾഫേറ്റ്, ഫോസ്ഫേറ്റ് ആൻഡ് വെറൈറ്റി ഓഫ് ഇൻപുട്സ്. ഇതിനാണ് നമ്മളെ സിന്തറ്റിക് മീഡിയ. അപ്പോൾ ഒരു സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഈ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ ഉള്ള ഒരു മീഡിയത്തിന് നമ്മൾ സിന്തറ്റിക് മീഡിയ എന്ന് പറയുന്നത്. നോർമലി ആൽഗകൾ കൾച്ചർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ദെൻ വേറെ ഒന്നുണ്ട്, കോംപ്ലക്സ് മീഡിയ. നോക്കിയേ, മീഡിയ ദാറ്റ് കണ്ടെയ്ൻ സം ഇന്റേൺസ് ഓഫ് അൺനോൺ കെമിക്കൽ കമ്പോസിഷൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അൺനോൺ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് ബ്രോത്ത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ മീറ്റ് ബ്രോത്ത് ഉപയോഗിക്കണം. അതിനകത്ത് പെപ്റ്റോൺസ് അല്ലെങ്കിൽ പലതരം സാധനങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ സിന്തറ്റിക് മീഡിയ നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ്? കാർബണിന് എന്ത് ഉപയോഗിക്കും? കാർബണിന് സോഡിയം ബൈകാർബണേറ്റോ അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റോ ഉപയോഗിക്കും. നൈട്രേറ്റിന് എന്ത് ഉപയോഗിക്കും? നൈട്രേറ്റിന് നമ്മൾ അമോണിയോ അല്ലെങ്കിൽ നൈട്രേറ്റ് എന്ന് പറഞ്ഞ പോലെ കൃത്യമല്ല. ഇതിനകത്ത് എന്താണ്? അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടാക്കും. എങ്ങനെയാണ് നോക്കിയേ, സച്ച് മീഡിയ ആർ വെരി യൂസ്ഫുൾ as a single complex medium may be sufficiently rich and complete to meet the nutritional requirements of many different organisms. അതായത് അറിയാൻ പാടില്ലാത്തതാണ് കുറെ മെറ്റീരിയൽസ് ഉണ്ടെന്നിരിക്കുക. അപ്പൊ ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ വളരാനുള്ള സാധ്യതകൾ ഈ കോംപ്ലക്സ് മീഡിയയിൽ ഉണ്ടാവും. പെപ്റ്റോൺസ് ഒക്കെയാണ് ഇതിനെ നമ്മൾ അറിയില്ല എന്ന് പറയുന്ന മെറ്റീരിയൽസ്. ആൻഡ് കോംപ്ലക്സ് മീഡിയ ഓഫൺ ആർ needed because of the nutritional requirements of a particular microorganisms are unknown and thus a defined medium cannot be constructed. അപ്പോൾ നമുക്ക് ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കുകയാണ്, അതിനൊരു മൈക്രോബ് ഉണ്ടാക്കുകയാണ്, അതിനെ കൾച്ചർ ചെയ്യണം. അതിന്റെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ഉള്ള സിന്തറ്റിക് മീഡിയ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്താണ്? ഈ കോംപ്ലക്സ് മീഡിയ ആണ് ഉണ്ടാക്കും, എന്നിട്ട് അതിനകത്ത് ഇടും. അപ്പൊ അതിനകത്തുള്ള കുറെ മെറ്റീരിയൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വളരാനുള്ള സാധ്യത. എന്നിട്ട് നമുക്ക് തന്നെ സിന്തറ്റിക് മീഡിയയിലേക്കൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് സിന്തറ്റിക് എന്നും കോംപ്ലക്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഐസൊലേഷൻ ഓഫ് പ്യൂർ കൾച്ചർ. 3 തരം കൾച്ചർ ഐസൊലേഷൻ ടെക്നിക്സ് ഉണ്ട്. ഒന്ന് സ്പ്രെഡ് പ്ലേറ്റ് എന്നും, രണ്ടാമത് സ്ട്രീക്ക് പ്ലേറ്റ് എന്നും, മൂന്നാമത് പോർ പ്ലേറ്റ് എന്നും. സ്പ്രെഡ് എന്ന് പറയുന്നതാണ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കിയാൽ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് നോക്കിയാൽ ട്രാൻസ്ഫർ ദി ഇന്നോക്കുലേഷൻ ഇൻടു എ പെറ്റ് ഡിഷ് കണ്ടെയ്നിങ് ന്യൂട്രിയൻ മീഡിയം. ആദ്യത്തെ സ്റ്റെപ്പ്. Then the microbes are spread over solidifying agar with the help of L-shaped glass tube called as spreader. ബായം തന്നെ എന്താണ്? നമ്മളൊരു പെറ്റ് ഡിഷിലെ ന്യൂട്രിയൻ മീഡിയം ഉണ്ടാക്കി വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് എന്താണ്? ഈ ഇന്നോക്കുലർ നമ്മൾ പോർ ഓഫ് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ക്യാപിറ്റൽ എൽ ഷേപ്പിലുള്ള ഗ്ലാസ് റോഡ് കൊണ്ടൊന്ന് ബാക്ക് ആൻഡ് ഫോർത്ത്, ഫ്രണ്ടിലേക്കും താഴത്തോട്ടും ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. അതിനാണ് നമ്മളെ സ്പ്രെഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി വിശദമാക്കാം. അതിന്റെ പ്രൊസീജിയർ ആണ്: sterilize the L rod in 95% ethyl alcohol and then on flame and cool for 30 seconds. ആദ്യം തന്നെ L rod എന്ത് ചെയ്യണം?
ആൽക്കഹോളിൽ മുക്കുക, 95% ആൽക്കഹോളിൽ മുക്കുക, പിന്നെ അത് ഫ്ലെയിമിൽ കാണിക്കുക, then അത് കൂളാക്കുക. then remove the lid of പെട്രീഷനിൽ കണ്ടിട്ടുണ്ടല്ലോ, പെട്രീഷന് 2 എണ്ണം ഉണ്ടാവും, ഒരു ലിഡും ഉണ്ടാവും, ഒരു താഴെയുള്ളതും ഉണ്ടാവും ഭാഗം. ലിഡ് പതുക്കെ ഇങ്ങനെ പൊക്കിയതിനു ശേഷം ജെന്റ്ലി മൂവ് ദ ഗ്ലാസ് റോഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ ഇത് തുറന്നിട്ട് ഇങ്ങനെ ഇത് ലിഡാണ്, ഇത് നമ്മുടെ ബേസ് ആണെന്ന് വിചാരിക്കുക. ലിഡ് പതുക്കെ പൊക്ക, ഈ എൽഡോട് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചപ്പോൾ എളുപ്പം മനസ്സിലാവും. then after incubation observe the size, shape, pigmentation and elevation of colonies. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടായെന്ന് അറിയുന്നത്? 2-3 ദിവസം കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് സൈസിലുള്ളത് പല ഷേപ്പിലുണ്ടാവും, പിഗ്മെന്റ് പലതരത്തിലുള്ള കളർ ഉണ്ടാവും. എലിവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ സൈഡിൽ കൂടി നോക്കി കഴിഞ്ഞാൽ എന്താണ്? ആ മീഡിയം കുറച്ച് പൊങ്ങിയും ഒക്കെ ഇരുന്നുണ്ടാവും, ഇങ്ങനെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ പോലെ വരും. അതൊക്കെ പലതരത്തിലുള്ള കോളനികൾ. then such some colonies grow individually without overlapping is may pick and purified through subculture. എന്നാൽ അതിനകത്താണ് നമ്മൾ സബ്കൾച്ചറായിട്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്പ്രെഡ് പ്ലേറ്റ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് നോക്കി. ഇതാണ് നമ്മുടെ ഇന്നോക്കുലം, ഇതാണ് നമ്മുടെ സോളിഡിഫൈഡ് അകറുള്ള അല്ലെങ്കിൽ ന്യൂട്രിയന്റ് അകറുള്ള പെട്രി ഡിഷ്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം തന്നെ എന്താണ് ഇന്നോക്കുലം ഒഴിച്ചു. ദെൻ എൽ ഷേപ്പിലുള്ള റോഡാണ് അല്ലെ, എൽ ഷേപ്പിലുള്ള റോഡ് ഇങ്ങനെ സ്റ്റെറിലൈസിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, അവസാനം കൾച്ചർ ഉണ്ടാവും. ഇതാണ് വളരെ സിമ്പിൾ ആണ്. then the next is pour plate. pour ഒഴിക്കുക എന്നുള്ളതാണ് അല്ലെ. pour plate നോക്കി, this is the sample is diluted several times of obtain separate colonies. അപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു അക്വാട്ടിക് സാമ്പിൾ എടുത്തു, ഹൈപ്പോത്തറ്റിക്കലി സെയിം. ഈ ഒരു 10 ml ഒരു 100 മൈക്രോബ്സ് ഉണ്ട് വിചാരിക്കാം. ഈ 100 മൈക്രോബ്സ് നമുക്ക് ചെയ്യേണ്ടത് ഒരെണ്ണത്തിനാണ് വളർത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡൈല്യൂട്ട് ചെയ്ത് വളർത്തണം. മനസ്സിലാവല്ലേ? അങ്ങനെ ആദ്യം നമ്മൾ ആ 10 ml നിന്ന് 1 ml എടുത്തിട്ട് നമ്മൾ അതിനകത്ത് 9 ml ആയിട്ടുള്ള ന്യൂട്രന്റ് മീഡിയം ഉപയോഗിക്കും. അപ്പൊ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബായി. ഈ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ 2 ടെസ്റ്റ് ട്യൂബിൽ നിന്ന് 1 ml എടുക്കും, പിന്നെ 9 ml ന്യൂട്രന്റ് മീഡിയം ഉപയോഗിക്കും. നാലാമത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് 3 നിന്ന് 1 ml എടുക്കും, പിന്നെ 9 ml. അങ്ങനെ നോക്കിയ സ്മോൾ വോളിയം ഓഫ് സെവറൽ ഡൈലൂട്ടഡ് സാമ്പിൾ ആർ again pour to next test tube. Similarly 10 to the power of 5 minus 5 4 2 1 are prepared. അതായത് നോക്കിയേ, 10 ml നിന്ന് 1 plus 9 ml ഒരു ടെസ്റ്റ് ട്യൂബ്, അതിൽ നിന്നും അപ്പൊ അത് 10 ml ആവും അല്ലെ. അതിൽ നിന്നും 1 plus 9 ml അടുത്ത ടെസ്റ്റ് ട്യൂബ്, അങ്ങനെ പോകും. എളുപ്പത്തിൽ കാണിക്കാൻ പറ്റും. നോക്കിയേ, ഇതാണ് ഒറിജിനൽ സാമ്പിൾ എന്നിരിക്കുക. ഇതിനകത്ത് 1 ml എടുത്തിട്ട് ഇവിടേക്ക് ഒഴിക്കുന്നു, പിന്നെ 9 ml എന്താണ് ന്യൂട്രിയന്റ് അല്ലെങ്കിൽ മീഡിയം ഉപയോഗിക്കുന്നു. അതിൽ നിന്നും 1 ml ഇങ്ങടേക്ക് മാറ്റുന്നു, ഇവിടെ പ്ലസ് ആ 1 ml പ്ലസ് 9 ml മീഡിയം ഒഴിക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും 1 ml അടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു, അവിടെ നിന്ന് വീണ്ടും 9 ml. അങ്ങനെ പിന്നെ 1 ml എടുത്തു. അപ്പൊ നോക്കിയാൽ നമ്മൾ ഒറിജിനൽ നിന്നുള്ളത് 1:10 എന്നുള്ളത് അടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് 1:100 ആയി, അടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് 1:10,000 ആയി, അടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് വരുമ്പോൾ 1:10,000 ആയി, പിന്നെ അടുത്തത് വരുമ്പോൾ 1:100,000 1:1 lakh ആയി. നോക്കിയേ, ഇത്രയും കളർ നോക്കിയാൽ അറിയാം, ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾ ഇവിടെ ഏറ്റവും മൈന്യൂട്ട് ആയി 1 ml വരുന്നത്. മനസ്സിലാവണ്ടേ? എളുപ്പത്തിൽ മനസ്സിലാക്കും. പിക്ചർ ക്യാൻ ടെൽ 1000 വേർഡ്സ് എന്നുള്ള അറിയാം. ഇത് നോക്കി കൃത്യമായിട്ട് പഠിക്കുക. ദെൻ പോർ പ്ലേറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് is സ്ട്രീക്ക് പ്ലേറ്റ്. സ്ട്രീക്ക് എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞുതരാം. ഹിയർ ഇസ് ദ മൈക്രോബിയൽ കൾച്ചർ ട്രാൻസ്മിറ്റ് ദ എഡ്ജ് ഓഫ് ദ അഗർ പ്ലേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലൂപ്പ് ഓർ സ്വാബ്. ഇപ്പൊ എന്താണ് മൈക്രോബിയൽ കൾച്ചർ? നമ്മൾ എന്താണ് ആദ്യം ചെയ്തത്? എന്താണ് സ്ട്രീക്ക് സ്പ്രെഡ് പ്ലേറ്റിൽ നമ്മൾ എന്താണ് അത് ഒഴിക്കുകയാണ് ചെയ്തത് അല്ലേ. അത് ഒഴിച്ചിട്ട് എവിടെ തുറന്നു ഒഴിച്ചിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തത്. സ്ട്രീക്കിൽ എന്താണ് ഒരു മൂലയിലാണ് അത് വയ്ക്കുന്നത്. എന്നിട്ട് എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിക്രോൺ അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഫിലമെന്റ് ലൂപ്പ് അല്ലെങ്കിൽ സ്വാബ് ഒക്കെ നമുക്കറിയാല്ലേ. കൊറോണ കാലത്ത് സ്വാബ് ഈ നമ്മുടെ ത്രോട്ട് സ്വാബ് എടുക്കുന്നതൊക്കെ അറിയാൻ പറ്റും അല്ല. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമ്മളൊരു എക്യുപ്മെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ അതിനെ പിന്നെ പല ഷേപ്പിലേക്ക് മാറ്റണം. അത് കൃത്യമായിട്ട് കാണിച്ചു തരാം. Then streak over the surface in several patterns. ആ പാറ്റേൺ പറഞ്ഞു തരാം. After the first sector is streaked, the loop is sterilized and the inoculum for the second sector is obtained from the first sector. അപ്പൊ ആദ്യ സെക്ടർ എടുത്തിട്ട് എന്താണ് വീണ്ടും ലൂപ്പ് സ്റ്റെറിലൈസ് ചെയ്ത് അതിനുശേഷം എന്താണ് ആ ഫസ്റ്റ് സെക്ടറിൽ നിന്ന് രണ്ടാമത്തെ എടുക്കും. പിന്നെയും ഇന്നോക്കുലം പിന്നെയും ലൂപ്പ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് രണ്ടാമത്തെ സെക്ടറിൽ നിന്ന് മൂന്നാമത്തേക്ക് എടുക്കും. പിന്നെ മൂന്നാമത്തെ നാലാമത്തെ എടുക്കും. അങ്ങനെയാണ് അത് പോകുന്നത്. This process is followed for third, fourth, etc. and is a dilution process. This will develop separate colonies. Okay, എളുപ്പത്തിൽ പറയാം. ആദ്യത്തെ സാമ്പിള് ഇതാണ് നമ്മുടെ ഡിവൈസ് എന്ന് വിചാരിക്കാം. ആദ്യം ഒരു മൂലയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്തു. എളുപ്പത്തിൽ നോക്കി, ഇത് പ്രസ്കോട്ടിന്റെ ബുക്കാണ് അല്ലേ. ആദ്യം സാമ്പിൾ ഇവിടെയാണ് വെച്ചാണ്, എന്നിട്ട് ഇവിടുന്ന് രണ്ടാമത്തത് ഇവിടേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ ചെയ്തു അല്ലെ, നിർത്തി. വീണ്ടും സ്റ്റെറിലൈസ് ചെയ്തു. എന്നിട്ട് മൂന്നാമത്തെ ഇവിടുന്ന് ഈ സാമ്പിളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്, ഇവിടുന്ന് ഇവിടേക്ക് എടുത്തിട്ട് ഇങ്ങനെ നിർത്തി. പിന്നെയും
ലൂപ്പ് സ്റ്റെറിലൈസർ. പിന്നെ എന്താണ് ഈ മൂന്നാമത്തെ വരച്ചിരിക്കുന്നത് വീണ്ടും താഴത്തേക്ക് എടുക്കണം. ഇതാണ് ഇതിന്റെ മൈക്രോബയോളജിയിലെ ടിപ്പിക്കൽ പാറ്റേൺ എന്നുള്ളത് സ്പീക്കിംഗ് മെത്തേഡ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഫസ്റ്റ് സാമ്പിൾ എന്നുള്ളത് 10 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താണ് അങ്ങനെ കുറഞ്ഞ അല്ലെ 10 ഇത് 5 ആവും, 5 2.5 ആവും, പിന്നെ 2 1 ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലി ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഇത് വരുമ്പോൾ ഏറ്റവും ഡൈലൂട്ടഡ് സാമ്പിൾ ആവും അല്ലെ. ഇതാണ് അപ്പം സ്പ്രെഡ് പ്ലേറ്റും പോർ പ്ലേറ്റും സ്ട്രീക്ക് പ്ലേറ്റും എളുപ്പത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് എളുപ്പം എക്സാമിനേഷൻ വരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കുക, ഇതിന്റെ പ്രൊസീജിയറും പഠിച്ചിരിക്കുക. Then these are different types of nutrient media. ഇത് വാൽനസ് മീഡിയ എന്നുള്ളൊരു മീഡിയ ആണ്, ആൽഗികൾക്ക് ഉപയോഗിക്കുന്നതാണ്. വാൽനസ് എ ബി സി എന്ന് പറഞ്ഞ 3 കമ്പോണന്റ് ആ മീഡിയ ഉണ്ട്. എ എന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്, ബി എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, സി വൈറ്റമിൻസ് ആണ്. ഇത് സൈനോബാക്ടീരിയയ്ക്ക് ആൽഗയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് കൂടാതെ കുറച്ചുണ്ട് BG11 മീഡിയ, സൈനോബാക്ടീരിയയ്ക്ക് എസ്റ്റിഷ കോളിക്കുള്ള മീഡിയ, ന്യൂട്രിയൻ ബ്രോത്ത്, ഇങ്ങനെയുള്ള കുറച്ച് മീഡിയകളൊക്കെ ഉണ്ട്. ഇതിന്റെ കോമ്പോസിഷൻ നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇതിന്റെ ഏതൊക്കെ മീഡിയകൾ എന്തിനാണ് ഉപയോഗിക്കുന്നുള്ളത് ഇതൊക്കെ നോക്കുന്ന പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ. Then we move on to the next thing, that is production of antibiotics. Antibiotics are antibacterial agents produced by microbes as secondary metabolism. The antibiotics എന്ന് പറയുന്നത് that is agonist microbes, അതാണ് antibiotics എന്ന് പറഞ്ഞാൽ. അപ്പൊ മൈക്രോബുകൾക്ക് എതിരെ ഉപയോഗിക്കുന്ന മരുന്നാണ്. This will act against other microbes by preventing their growth and multiplication. Antibiosis എന്നുള്ള പ്രോസസ്, it is the phenomenon of growth inhibition by antibiotic. അങ്ങനെയാണ് ആന്റിബയോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യത്തെ ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത്. പെൻസിലിയം നൊട്ടേറ്റസ് നിന്ന് അല്ലെങ്കിൽ ഫംഗസ് നിന്ന് പെൻസിലിയം കണ്ടുപിടിച്ചത്. ഓക്കെ. കോമൺ ആന്റിബയോട്ടിക്സ് ആണ്. നമ്മൾക്ക് സാധാരണ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തരുന്ന ആന്റിബയോട്ടിക് ആണ് പെൻസിലിൻ, ടെട്രാസൈക്ലിൻ, എറിത്രോമൈസിൻ, അമോക്സിസിലിൻ എക്സെട്ര. ഇതൊക്കെ പലതരത്തിലുള്ള ആന്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കൊറോണ കാലത്ത് എല്ലാവരും രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വാരിക്കോരി ആന്റിബയോട്ടിക് തരുന്ന ശീലമാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർക്കൊക്കെ ഉള്ളത്. എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല, മെജോറിറ്റി പുതുതലമുറ ഡോക്ടർമാരൊക്കെ ആന്റിബയോട്ടിക് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പ്രശ്നം വെച്ചാൽ ആന്റിബയോട്ടിക്കുകൾ അധികം കഴിച്ചാൽ എന്താണ്, അതിലേക്ക് കൂടുതൽ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വിടാം. നോക്കിയേ, ടെട്രാമൈസ് എന്നുള്ള ആന്റിബയോട്ടിക് എടുക്കുന്നത് സ്ട്രെപ്റ്റോമൈസസ് ഓറിയോഫേഷ്യസ് എന്നുള്ള ബാക്ടീരിയ നിന്നാണ്. എറിത്രോമൈസിൻ ആന്റിബയോട്ടിക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് സ്ട്രെപ്റ്റോമൈസസ് എറിത്രിയസ് എന്നുള്ള ബാക്ടീരിയ നിന്നാണ്. പെനിസിലിൻ ഫംഗസ് ആണ്, പെനിസിലിൻ നൊട്ടേറ്റ. അപ്പൊ നിങ്ങളൊന്നും എക്സാം ഒരു 3-4 പഠിച്ചു വെച്ചിരിക്കാം. നോക്കി, അടുത്തത് കേർഡ്. തൈര് എങ്ങനെയാണ്? obtained from the activity of lactic acid bacteria. These microbes convert lactose sugar in milk to lactic acid. അപ്പോൾ ലാക്ടോസ് ഷുഗർ ആണ് മിൽക്കിലുള്ളത്, അതിനെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറ്റുകയാണ് കർഡിൽ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് മിൽക്ക് ബിക്കം സോർ, ഒരു പുളിച്ച സ്വാദിലേക്ക് വരും. എക്സാമ്പിൾ എന്താണ്? ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ള ബാക്ടീരിയയാണ് ഈ തൈര് പാലിനെ മോര് അല്ലെങ്കിൽ തൈരാക്കുന്നത്. ഏതാണ്? ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ്. Then these acid curdled milk protein case into form സോർ കർഡ്. കേസ് എന്നുള്ള ഒരു മിൽക്ക് പ്രോട്ടീനാണ് സോർ കർഡിലേക്ക് മാറുന്നത്. ഇത്രയാണ്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് മിൽക്ക് തൈര് പാല് തൈരാവെന്നുള്ളതിന്റെ ആക്ടിവിറ്റി ബൈ ലാക്ടോബാസിലസ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞിരിക്കുക. ദെൻ വിനെഗർ എന്ന് വെച്ചാൽ എന്താണ്? വിനെഗർ എന്ന് വെച്ചാൽ ചൊറുക്ക, മലയാളത്തിൽ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ എറണാകുളത്തൊക്കെ ചൊറുക്ക എന്ന് പറയും. It is an acid liquor made from ferment malt, wine, cider, etc. And vinegar is an aqueous solution of acetic acid and the trace chemicals that may include flavoring. Vinegar typically contains 5 to 8% acetic acid by volume. സാധാരണ എന്റെയൊക്കെ ചെറുപ്പം എന്റെയൊക്കെ അമ്മൂമ്മ പണ്ട് കള്ള് കിട്ടുമായിരുന്നു. നമ്മുടെ കള്ള് ഈ അടുപ്പിന്റെ, അന്ന് വിറകടുപ്പാണ്, വിറകടുപ്പിന്റെ ഒരു മൂലയെ കൊണ്ടുവയ്ക്കും, തുറന്നു വയ്ക്കും. അപ്പൊ ഈ കള്ള് അങ്ങനെ ഇരുന്നിരുന്ന് നമുക്കറിയാൻ പറ്റും, ഒരു കുറെ കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യും. വെളുത്ത കഞ്ഞിവെള്ളം പോലത്തെ കള്ള് കുറെ കഴിയുമ്പോൾ പ്യുവർ ലിക്വിഡ് പോയാൽ പച്ചവെള്ളം പോലെയാണ്, ഒരു 6-8 മാസമൊക്കെ. അപ്പൊ അതാണ് പതുക്കെ ഫെർമെന്റ് ചെയ്ത് അങ്ങനെ ചൊറുക്കായി മാറുന്ന പ്രോസസ്സാണ്. മനസ്സിലാവണ്ടേ? അസറ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് എത്തനോൾ ഓർ ഷുഗേഴ്സ് ബൈ അസറ്റിക് ആസിഡ് ബാക്ടീരിയ. There are many types of vinegar. പലതരത്തിലുണ്ട്. Depending on source material, mainly used in the culinary arts, flavor, and acidic cooking ingredient, pickles, etc. അല്ലെ, പലതരത്തിലുള്ളതുണ്ട്. പിന്നെ സിഡാർ എന്നുള്ളതൊക്കെ ഉണ്ട്. പുറത്തൊക്കെ അമേരിക്കയിലൊക്കെ ഇമ്പോർട്ടൻ്റ് അതാണ്. നമ്മളിവിടെ ചൊറുക്ക് ഉപയോഗിക്കുന്നതിനൊക്കെയാണ് സാധാരണ ഫുഡ് ഫ്ലേവറിങ്, മീൻകറിയൊക്കെ ചൊറുക്ക് ഉപയോഗിക്കും അല്ലേ. പിന്നെ പിക്കിൾസിനാണ് ഏറ്റവും, അച്ചാറൊക്കെ ഇടാനാണ് ചൊറുക്ക് ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ഇൻഗ്രീഡിയൻ്റ് അല്ലേ. ഇപ്പൊ ബിന്ദാലു എന്നുള്ള നോൺ വെജ് ആൾക്കാർക്ക് വേണ്ടിയല്ലേ ബിന്ദാലു അറിയാം അല്ലെ. അതിനൊക്കെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഈ ചൊറുക്കയാണ്, അല്ലെങ്കിൽ വിനെഗറാണ്. Then if wine is exposed to air, it will turn sour due to conversion of alcohol to acetic acid. വൈൻ എന്നുള്ള വേറൊരു പ്രിപ്പറേഷൻ, അതിനകത്ത് എന്താണ്? അനൈറോബിക് ആണല്ലേ, ഓക്സിജൻ ഇല്ല.
അത് വൈൻ തുറന്നു കുറച്ചു നേരം പറ്റി കഴിഞ്ഞാൽ എന്താണ് ഓക്സിജൻ വന്നിട്ട് കൺവെർട്ട് ചെയ്ത് ഈ ആൽക്കഹോളിനെ അസിഡായിട്ട് മാറ്റാനും പറ്റും. Then move on to next wine. Wine production of, that is the science of wine production is called enology. Eneos എന്ന് പറഞ്ഞാൽ വൈൻ എന്നും ഓളജി എന്ന് പറഞ്ഞാൽ സയൻസ് എന്നാണ് അർത്ഥം. എനിയോളജി എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ് വൈൻ പ്രൊഡക്ഷൻ്റെ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. Then starts with the collection of grapes. Normally grapes ആണ് പണ്ടൊക്കെ ഉപയോഗിക്കുന്നത്. Any other fruits ആണ് ഇപ്പോൾ നമ്മൾ grapes മാത്രമല്ല. Then continues with their crushing and the separation of the liquid, that is called as must. ക്രഷ് ചെയ്ത് നമ്മൾ ഈ വൈൻ ഈ മുന്തിരി അല്ലെങ്കിൽ പൈനാപ്പിളോ അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഇടിച്ചിടിച്ചിട്ടുണ്ട് ആ ലിക്വിഡ് ഫോമിലേക്ക് അതിനെ പറഞ്ഞ പേരാണ് മസ്റ്റ്, MUST എന്ന് നമ്മൾ പറയുന്നത്, ബിഫോർ ഫെർമെന്റേഷൻ. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് വിത്ത് എ വെറൈറ്റി ഓഫ് സ്റ്റോറേജ് ആൻഡ് ഏജിംഗ് സ്റ്റെപ്സ്. ഏജിംഗ് സ്റ്റെപ്സ് വളരെ പ്രധാനപ്പെട്ടാണ്, പറഞ്ഞുതരാം. One can treat the fresh must with the sulfur dioxide fumigant and then add desired strain of Saccharomyces cerevisiae or Saccharomyces ellipsoideus. ഈ ഫ്യൂമിഗന്റിന് ശേഷം എന്താണ് ഈ ഈസ്റ്റ് ആണല്ലേ പുളിപ്പിക്കാനായിട്ട്. Saccharomyces cerevisiae ഇന്നോക്കുലം നമ്മൾ ആഡ് ചെയ്യുന്നു സാധാരണ. Then after inoculation, the juice is fermented for 3 to 5 days at temperature varying from 20 to 28 degrees Celsius. Then, depending on the alcohol tolerance of yeast strain, the final product may contain 10 to 80% alcohol. അപ്പോൾ പ്രധാനം അതിനകത്ത് ഈ ഇന്നോക്കുലത്തിന്റെ പ്രധാനം. Then clearing and development of flavor occur during aging process. Aging എന്ന് പറയുമ്പോൾ നോർമലി നമ്മളൊക്കെ ഇപ്പോൾ പൈനാപ്പിളിന്റെ അല്ലെങ്കിൽ മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കാൻ 1 മാസമൊക്കെ ഉപയോഗിക്കുന്നില്ലേ. ഇപ്പോൾ ബോഡിയാക്ക്, ജർമ്മനി, ഫ്രാൻസ് ഇതിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വൈൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ 100 വർഷം പഴക്കമുള്ള വൈനുകൾ, 50 വർഷം പഴക്കമുള്ള ഇതൊക്കെ ഉണ്ടാവും, വീഞ്ഞപ്പെട്ടികളിലാക്കിയിട്ട് വച്ചേക്കുണ്ട്. അപ്പൊ ഇത്രയും അതിന്റെ ഏജിങ് കൂടുന്നതോറും അതിന്റെ ക്വാളിറ്റി കൂടുന്നതാണ്, മനസ്സിലാവണ്ടേ. അത്രമാത്രം ക്വാളിറ്റി ആയിരിക്കും വൈനിനൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ വൈൻ, വിനെഗർ, കർഡൊക്കെ നിങ്ങളൊന്ന് ചിലപ്പോൾ അപ്ലൈഡ് പ്രൊഡക്ട്സ് ഓഫ് മൈക്രോബയോളജി മാർക്ക് ചോദിക്കുന്നതൊക്കെ എഴുതാം, അല്ലെങ്കിൽ 1 മാർക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ഇതിനകത്ത് വരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കാം. Then move to the very useful part, that is nitrogen fixation. Nitrogen fixation by microorganisms. എങ്ങനെയാണ് nitrogen fixation എന്ന് പറയുന്നത്? എന്താണ്? Reduction of atmospheric gaseous nitrogen to ammonia is called as nitrogen fixation. നിങ്ങൾക്ക് അറിയാം, പ്ലസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ atmospheric gaseous nitrogen അമോണിയ ആയിട്ട് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മളെ nitrogen fixation എന്ന് പറയുന്നത്. Because ammonia and nitrate levels often are low and only a few prokaryotics, PR ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, PROK ആണ് കേട്ടോ, prokaryotes can carry out nitrogen fixation. യൂക്കാരിയോട്ട് സെൽസിന് ഈ കപ്പാസിറ്റി ഇല്ല. അപ്പൊ നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം എന്നുള്ള ഒന്നിലെ ബാക്ടീരിയ അല്ലെങ്കിൽ സൈനോഫൈസിൻ മെമ്പേഴ്സ് ഒക്കെയാണ് സാധാരണ ഉള്ളത്. ദ റേറ്റ് ഓഫ് ദിസ് പ്രോസസ് ലിമിറ്റ് പ്ലാന്റ് ഗ്രോത്ത് ഇൻ മെനി സിറ്റുവേഷൻ. അപ്പൊ നൈട്രേറ്റ് ഇല്ലെങ്കിൽ പല സ്ഥലത്തും പലതും പ്ലാന്റ് ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളതാണ്, പറയാൻ പറ്റത്തില്ല. ഓക്കെ, നൈട്രജൻ ഫിക്സേഴ്സ് ഓക്കേഴ്സ് ഇൻ ഫ്രീ ലിവിംഗ് ബാക്ടീരിയ, അതായത് അസിറ്റോബാക്ടർ, ക്ലബ്സിയെല്ല, ക്ലോസ്ട്രീഡിയം, then മെത്തനോകോക്കസ് എക്സെട്ര. And bacteria living in symbiotic association with the plants such as legumes, rhizobium species, and cyanobacteria, nostoc and anamina. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നൈട്രോജൻ ഫിക്സിംഗ് മൈക്രോബ്സ് എന്നുള്ളത്. അസിറ്റോബാക്ടർ, then rhizobium, nostoc, anamina. ഇത് ടിപ്പിക്കൽ സൈനോഫൈസിൻ മെമ്പേഴ്സ് ആൽഗയാണ്. ഓക്കെ, നൈട്രോജൻ can be carried out by aerobic or anaerobic prokaryotes. Under aerobic conditionലാണെങ്കിൽ a wide range of free living microbial genera, example Acetobacter, Aspero, Azospirillum, contribute to this process. Aerobicലാണ് സാധാരണ ഉപയോഗിക്കുന്നത് Acetobacter, Azospirillum ആണ്. Then under anaerobic condition, ഓക്സിജനാത്ത അവസ്ഥയാണെങ്കിൽ most important free living nitrogen fixers members are coming under genus Clostridium. Clostridium ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ബോട്ടിലിസ് ഒക്കെ നമ്മൾ അതിനകത്തേക്ക് വരും കുറച്ചുകൂടി കഴിയുമ്പോൾ. Then nitrogen fixation by cyanophyceae such as Anabina and Oscillata can lead to the enrichment of aquatic environments. നൈട്രജൻ കാരണം എന്താണ്? ആൽഗെ വെള്ളത്തിലാണ് കാണുന്നത്, വെള്ളത്തിൽ നൈട്രജന്റെ അളവ് ഇത് കൂട്ടും. In addition, nitrogen fixation can occur through the activities of bacteria that develop symbiotic association with plants. അല്ലേ, നമ്മൾ പല symbiotic association ഉണ്ട്. ആൽഗെ ഫഞ്ച്, ആൽഗെ ബ്രയോഫൈറ്റ്, ആൽഗെ ടെറിഡോഫൈറ്റ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സെമിൽ പഠിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ധാരണ. These association include rhizobium, then bradyrhizobium with legumes, then Frangia, another bacteria, in association with many woody shrubs, അതൊരു symbiotic association. Then Anabina, Azola നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. Anabina with Azola, water fan important in rice cultivation. ഇങ്ങനെ പലതരത്തിലുള്ള അസോസിയേഷൻസ്, symbiotic association വഴിയും നമുക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും. നോക്കി കുറച്ച് എക്സാമ്പിൾ ആണ് നോക്കിയത്. അസോസ്പൈറൽ എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയ ആണ്. അസിറ്റോബാക്ടർ എന്നുള്ള ഈ ബാക്ടീരിയ ആണ്. ക്ലോസ്ട്രീഡിയം ഇത് അനേറോബിക് കണ്ടീഷനുള്ള ബാക്ടീരിയ ആണ്. അനബീന നോസ്റ്റോക് നമ്മുടെ
വളരെ ചെറിയ വ്യത്യാസങ്ങളുള്ളത് കൊളോണിയൽ ഫോം. അതായത് നമ്മൾ ഇതിൻ്റെതൊക്കെ ഡീപ്പായിട്ട് കിടക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ചുമ്മാ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, then move on to nitrogen fixation in oceans. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ബയോളജിക്കൽ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ദ ഓഷൻസ് പ്രൈമർലി ബൈ ഡയസോട്രോഫിക് സൈനോബൈറ്റ്. ഡയസോട്രോഫിക് സൈനോബൈറ്റ് എന്താണ്? നൈട്രജൻ ഫിക്സിംഗ് സൈനോഫൈസിൻ മെമ്പേഴ്സിനെയാണ് നമ്മൾ ഡയസോട്രോഫിക് എന്നുള്ള വാക്കാണ്. വാക്ക് പുതിയ വാക്കാണ് നിങ്ങൾ പഠിച്ചോളൂ. ഡയസോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നൈട്രജൻ ഫിക്സിംഗ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഡൈസോട്രോഫിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ സൈനോഫൈസിൻ മെമ്പേഴ്സും നൈട്രജൻ ഫിക്സിംഗ് അല്ല, പക്ഷേ കുറേ എണ്ണം നൈട്രജൻ ഫിക്സ് ആവും. അങ്ങനെയുള്ള നമ്മൾ ഡൈസോട്രോഫിക് ബാക്ടീരിയ അല്ലെങ്കിൽ സൈനോബാക്ടീരിയ ഡൈസോട്രോഫിക് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത് is an important source of new nitrogen. എന്താണ് ന്യൂ നൈട്രജൻ എന്ന് പറഞ്ഞാൽ? they are producing it as new ആണ് അല്ലേ, ആണ് into the surface oceans that fuels primary production, phytoplankton blooms and influences global carbon cycling. ബ്ലൂമുകൾ ഉണ്ടാക്കുന്ന ആൾക്കുകൾ പെറ്റി വരാനാണ് ആൾക്കുകൾ ബ്ലൂം എന്ന് പറയുന്നത്. ഇനി പറഞ്ഞ ഒന്നുകൂടി വിശദീകരിക്കാൻ നോക്കി. നൈട്രജൻ ഫിക്സേഷൻ ബൈ ട്രൈക്കോഡെസ്മിയം. ട്രൈക്കോഡെസ്മി എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗിയാണ്. ഇതാണ് ട്രൈക്കോഡെസ്മി. നമ്മുടെ അനവീനൊക്കെ പോലെ ഇരിക്കും, എന്താണ് പക്ഷെ സ്ട്രെയിറ്റ് ആണ്, കൊളോണിയിലാണ്. വൈക്കോൽ കെട്ടുകൾ പോലെ തോന്നും. വൈക്കോൽ കെട്ടുകൾ മനസ്സിലാവണ്ടേ? നമ്മൾ അങ്ങനെ കടലിൽ കാണാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ന്യൂ നൈട്രജൻ ടു ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട 22 to 32 teragrams of nitrogen has been fixing by trichodesmy species every year in North Atlantic Ocean alone, and it will meet the supply or requirement of half of the North Atlantic nitrogen supply എന്നുള്ളതാണ്. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കിലെ ഏകദേശം പകുതിയോളം ന്യൂട്രിയൻ സപ്ലൈ ചെയ്യുന്നത് ഈ ട്രൈക്കോഡെസ്മി എന്ന് പറയുന്ന സൈനോഫൈസിൻ ബ്ലൂമിൽ നിന്നാണ്, അല്ലെങ്കിൽ ആൽഗകൾ പെറ്റി വരുന്നുണ്ടാണ്. ബ്ലൂം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഓഫ് വാട്ടർ ഉണ്ടാവും അല്ലേ. നോക്കി, ഇതിപ്പോ സോഡസ്റ്റ് ഫിനോമിനൻ എന്നാണ് കോമൺലി കാണുന്നത്. സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി അല്ലേ. നമ്മുടെ നാട്ടിൽ മറ്റേ തടിമില്ലിൽ നിന്നുള്ള സോഡസ്റ്റ് അറിയാലോ, അത് വെള്ളത്തിൽ വിതറി അങ്ങനെ ഇരിക്കും. അതേപോലെ ഇരിക്കും ഈ ട്രൈക്കോഡെസ്മിയത്തിന്റെ ബ്ലൂം കണ്ടു കഴിഞ്ഞാൽ. ഇത് കൊച്ചിയിലൊരു ബ്ലൂമാണ്. ഇത് നോർത്ത് അറ്റ്ലാന്റിക് റിക്കറിങ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവും. അപ്പൊ ഇതെന്താ പറ്റി പറയുക, മില്യൺസ് ഓഫ് സെൽസ് പെർ ലിറ്ററിലേക്ക് മാറും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ മില്യൺസ് ഓഫ് സെൽസ് പെർ ലിറ്റർ ഓരോ മില്യൺ സെൽസും നൈട്രജൻ ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് ഇത്രമാത്രം. ഒരു ടെറാഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 1+9.0 കിലോഗ്രാം. അത്രമാത്രം ഇനോർമസ് എമൗണ്ട് ആണ്. അത്രമാത്രം എമൗണ്ട് ഓഫ് നൈട്രജൻ ആണ് ഈ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ആൽഗകൾ, ബ്ലൂ ഗ്രീൻ ആൽഗകളെ ഫിക്സ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ബ്ലൂ ഗ്രീൻ ആൽഗെ ബൈ നൈട്രജൻ ഫിക്സേഷൻ ബൈ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നുള്ളത്. Then come to biofertilizers, another ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ നമുക്കറിയാം 1970 ഗ്രീൻ റവല്യൂഷൻ, പ്രൊഫസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ സാറിന്റെ ഒക്കെ ഫലമായിട്ട് ഗ്രീൻ റവല്യൂഷൻ വന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് വന്നു, നമുക്ക് ഈൽഡ് കൂടി. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഈൽഡ് കുറവായിരുന്നു. അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന വളങ്ങൾ മാന്യൂവേഴ്സ് എല്ലാനും ബയോഫെർട്ടിലൈസേഴ്സ്. പ്രധാനമായിട്ട് ഇപ്പം പത്മശ്രീ GS വെങ്കട്ടരാമൻ സാറിന്, അദ്ദേഹത്തിൻ്റെയൊക്കെ തമിഴ്നാട്ടിലെ സയന്റിസ്റ്റ് ബൊട്ടാണിസ്റ്റ് ആണ്. അദ്ദേഹമൊക്കെയാണ് ഈ റൈസില് അല്ലെങ്കിൽ നെൽച്ചെടികളിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ ഇന്നോക്കുലേറ്റ് ചെയ്തിട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും ഹയർ ഈൽഡ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പത്മശ്രീയൊക്കെ കിട്ടിയിട്ടുള്ളത്. GS വെങ്കട്ടരാമൻ. നമുക്ക് MSc വരുമ്പോൾ പഠിക്കും. ഓക്കെ, ബയോഫെർട്ടിലൈസേഴ്സ് ആർ ഡിഫൈൻഡ് ആസ് സബ്സ്റ്റൻസസ് കണ്ടെയ്നിങ് ലിവിംഗ് മൈക്രോബ്സ് which when applied to seed, plant or soil promote the growth by supply of essential nutrients such as NP, nitrogen, phosphorus and other mineral nutrients. എന്താണ് ബയോഫെർട്ടിലൈസർ? എന്താണ്? സബ്സ്റ്റൻസസ് കണ്ടെയ്നിങ് ലിവിംഗ് മൈക്രോബ്സ് which when applied to seed-ലാവാം, പ്ലാന്റിലാവാം, അല്ലെങ്കിൽ സോയിലാവാം, promote the growth by supply of essential nutrients such as NP, nitrogen, phosphorus and other nutrients. Then biofertilizers are the microbial inoculants which can be usually defined as a preparation containing live or dormant cells of efficient strains of nitrogen fixing phosphates solubilizing microorganisms. In contrast to chemical fertilizers, biofertilizers are viable microorganisms which are not the source of nutrients, but they are actually not the source of nutrients, but provide help to plant in accessing the nutrient availability in rhizophoric root region. Rhizophoric root region ഇതിന്റെ ആക്ടിവിറ്റി മൂലം എനിക്ക് നൈട്രജൻ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനുവേഴ്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. Then several microorganisms are commonly used as biofertilizers. നിങ്ങൾ നോക്കുക, നൈട്രജൻ ഫിക്സിംഗ് സോയിൽ ബാക്ടീരിയ, അസെറ്റോബാക്ടർ, റൈസോബിയം, നൈട്രജൻ ഫിക്സിംഗ് സൈനോഫൈസിയ, അനബീന, ഓസിലറ്റോറി എക്സെട്ര, നോസ്റ്റോക്ക് എക്സെട്ര. Then phosphate solubilizing bacteria, Pseudomonas എക്സെട്ര. ഇത്രയൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. Then the last part, that is microbial growth and food spoilage. Food spoilage can be defined as
any sensory change. Tactile ആവാം, visual ആവാം, olfactory ആവാം, or flavor, മണം ആവാം, എന്തോ ആവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാവാം, which the consumer considers to be unacceptable. നമുക്ക് പറ്റാത്തത്, ഫുഡിനുള്ള വ്യത്യാസം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വളിച്ചൊക്കെ പോകാന്ന് പറയും, അത് സ്പോയിലേജ് ആണ് അല്ലേ. Microbial growth in foods can lead to visible changes, including a variety of colors caused by spoilage organisms. അല്ലേ, അച്ചാറൊക്കെ നമ്മൾ സാധാരണയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കുറെ കഴിഞ്ഞ് എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, വെളുത്ത പൂപ്പിലുണ്ടാവും. നമ്മുടെ അമ്മമാരെ പണ്ടാക്കാന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് മാറ്റി വീണ്ടും കഴിക്കും. അപ്പൊ ഇതെന്താണ്, അപ്പൊ പല പല കളറുകളുണ്ട്, കറുത്ത കളർ ഉണ്ടാവും, വെള്ള കളർ, വെളുത്ത ഫംഗ കളർ ഉണ്ടാവും, മൈസീലിയം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്പോയിലേജ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അതിന് ഇൻഫെക്ഷൻ കാണാൻ പറ്റും. Foods are such excellent sources of nutrients. If the intrinsic and extrinsic conditions are appropriate, microorganisms grow rapidly and make what once was an attractive and appealing food into sour, foul-smelling or fungus-covered mass suitable only for the garbage can. എന്താണ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് എന്ന് പറയുന്നത്? ഇൻട്രിൻസിക് എന്ന് പറയുന്നത് എന്താണ്, ആ ഫുഡിലുള്ള ന്യൂട്രിയൻസോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റോ അത് മൂലമോ. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഫുഡിന് പുറത്തുള്ള ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ, ഏതിനെ മൈക്രോബ്സ് വളരാൻ അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ എന്താണ്, ഈ മൈക്രോബ്സ് വളർന്നു കഴിഞ്ഞിട്ട് എന്താണ്, നല്ല സൂപ്പർ ആയിട്ടുള്ള ഫുഡിനെ പുളിപ്പിക്കുക, വളിക്കുക എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ വളിച്ച ഫുഡ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ എനിക്കറിയില്ല, അങ്ങനെയൊക്കെയാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. സോർ ടേസ്റ്റ്, ഫൗൾ സ്മെല്ലിംഗ്, വൃത്തിയായിട്ട മണം. നമ്മളിതൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ച് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ തന്നെ മണം വരുമ്പോൾ നമ്മൾ അത് പറയും മാറ്റും. അതൊക്കെ ഫുഡ് സ്പോയിലേജ് ആണ്. Aflatoxin പ്രധാനമായിട്ട് are produced most commonly in moist grains and nut products. Aflatoxin ആണ്. Aspergillus flavus, important ആണ്, പഠിച്ചോളാം. Aspergillus flavus was found in the infected peanut meal together with the alcohol extractable toxin termed as aflatoxin ഉണ്ടാകുന്ന പ്രധാനമായിട്ടും ആസ്പെർജില്ലസ് ആണ്. അത് നമ്മൾ നോക്കിക്കാണത് ഗ്രെയിൻസിൽ എല്ലാത്തിലും ഉണ്ട്. കപ്പലണ്ടിയൊക്കെ കറുത്തും വെളുത്തൊക്കെ ഇരിക്കുന്നതൊക്കെ ആസ്പെർജില്ലസ് വഴിയാണ്, കറുത്തിട്ടാണ് സാധാരണ ഇരിക്കുന്നത്. നോക്കിയേ, these are produced by any another Fusarium moniliforme and cause leukoencephalomalacia. ഇതൊരു രോഗാവസ്ഥയാണ് ഹോഴ്സിൽ. അതായത് ഫ്യൂസേറിയം മോണിലിഫെറ എന്നുള്ള ഒരു ബാക്ടീരിയ, ഫംഗസ് ഈ ഹോഴ്സിൽ, കുതിരകളിൽ പൾമിനറി എഡിമെന്റ്, കുതിരകളിൽ പ്രശ്നം ഉണ്ടാക്കും. ദെൻ പൾമിനറി എഡിമെന്റ് പിക്സ് ആൻഡ് ഈസോഫാഗൽ ക്യാൻസർ ഇൻ ഹ്യൂമൻ. അപ്പൊ ഫ്യൂസേറിയം മോണിലിഫെറ എന്നുള്ള സാധനം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ്. ഇത് കുതിരകളിലും പന്നികളിലും മനുഷ്യരിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഫ്യൂസേറിയം മോണിലിഫെറ. ആസ്പെർജില്ലസിന്റെ സ്പീഷീസ് നമ്മൾ പഠിച്ചത് ആസ്പെർജില്ലസ് ഫ്ലേവർ, ഫ്യൂസേറിയം മോണിലിഫെറ another example for food spoilage microbes. Then in fumonigens function by disrupting the synthesis and metabolism of sphingolipids, important biochemically active compounds which influence a wide variety of cell functions. Then അടുത്ത Candida and related genera cause human infections. Candida എന്നുള്ള ഫംഗസ് ആണ്. They are bacteria ആണ്. They are involved in spoilage of fruits, some vegetables and dairy products. And Clostridium perfringens. Clostridium എന്നുള്ള anaerobic ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. And target foods such as meat and poultry and Bacillus cereus which targets milk. ഇതും കൂടി ഉണ്ട്. അപ്പൊ Clostridium perfringens, then നോക്കി Bacillus cereus which targets milk and cream. പഠിച്ചോളാം, കുറച്ചൊരു 3-4 സയന്റിഫിക് നെയിം പഠിക്കണം. And Clostridium botulinum, ഏറ്റവും ഇമ്പോർട്ടന്റ്, ബോട്ടുലിസം ഉണ്ടാക്കുന്നത്. Addressing this consumer needs call for innovative approaches to ensure preservation of points. അപ്പോൾ ക്യാൻഡ് ആയിട്ടുള്ള അനേറോബിക് കണ്ടീഷൻ, ക്യാൻഡ് ഫുഡിലൊക്കെയാണ് ബോട്ടുലിന അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം വളരുന്നത്, ഈ ബാക്ടീരിയ. ഈ ബോട്ടുലിസം എന്നുള്ള ഏറ്റവും ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ബോട്ടുലിസം എന്നാണ് പറയുന്നത്. അത് ക്യാൻഡ് ഫുഡിലൊക്കെയാണ്, അല്ലെങ്കിൽ അത് പ്രിസർവ് ചെയ്തിട്ട് അടച്ചിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് സാധാരണ. കാരണം എന്താണ്, ഇതൊരു അനേറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ. ദെൻ certain food sources such as home canned foods provide a potent breeding ground. എന്നിന്റെ ഈ Clostridium botulinum canned ഫുഡുകളൊക്കെ നോക്കിയാൽ ഇത് ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് ഇതിന്റെ ഇൻഫെക്ഷൻ ആണ്. ദെൻ ഫ്യൂസേറിയം മോണിലിഫെറ, ഇതാണ് നമ്മുടെ ഈ ഹോഴ്സിലും പിക്കിലും മനുഷ്യനിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് Clostridium botulinum. ബോട്ടുലിനം എന്ന് പറഞ്ഞാൽ ബോട്ടുലിസം ഉണ്ടാക്കുന്ന ബാക്ടീരിയ. ദെൻ നോക്കി പ്രധാനപ്പെട്ട കുറച്ചു ഡിസീസുകളൊക്കെയാണ്, ക്ലിയർ ആവുന്നില്ല. അത് ഈ കുറെ അനിമൽസിന്റെ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡിസീസുകളാണ്. അത് ഞാൻ നിൽക്കുന്നില്ല, എന്തോ എനിവേ ഇതുകൊണ്ട് നമുക്ക് നിർത്താം.
സോ ഈ പ്രധാനമായിട്ടും ഈ PPT ഉണ്ടാക്കാൻ ആശ്രയിച്ചിരിക്കുന്ന ബുക്ക് പ്രസ്കോട്ടിന്റെ മൈക്രോബയോളജിയാണ്. 5th എഡിഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന്റെ PDF എന്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്നോട് മെയിൽ ചെയ്യോ വാട്സാപ്പ് വഴി ചോദിച്ചാൽ ഞാൻ അയച്ചുതരാം. എൻ്റെ മെയിൽ ID ഇവിടെ ഉണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, ആദ്യത്തേതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ തരാം. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഇത് 5th എഡിഷൻ ആണ് കേട്ടോ. 10th എഡിഷൻ 2017 പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏറ്റവും അഡ്വാൻസ് അതാണ്. എന്നാൽ നമുക്ക് BSc ലെവലിൽ പഠിക്കാനുള്ളത് ഏറ്റവും വളരെ നല്ല ലാംഗ്വേജ് ആണ് ബുക്കിന് കേട്ടോ. നിങ്ങൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ, പഠിക്കുന്നതിന് പുറമെ ഇതൊക്കെ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക. എനിക്ക് എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് അതുപോലെ വൈറോളജിയുടെ ബുക്കുകളും അയച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ക്രോപ്പ് പത്തോളജി ഡിസീസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരാം. സോ ബൈ. താങ്ക് യു വെരി മച്ച്.